മഹത്വം. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പാടിയ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിച്ച ദൈവദാസനെയും കർത്താവ് ധാരാളം സഹായിക്കട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത് എഴുതുന്നു. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. നമ്മുടെ ആത്മീയജീവിതം, സഭാജീവിതം വിജയകരമായി തീരും. രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന് നീതീകരണം ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് കർത്താവ് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ള പശ്ചാത്തലം എഴുതിയിരിക്കുന്നത്? മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യമാണ്. അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു നമുക്ക് വായിക്കാൻ കഴിയും. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ളത് ആ വേദഭാഗം പഠിക്കുമ്പോൾ അവൻ ആത്മാവിൽ പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് അത് ശരിയായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. മത്തായി 3:16 എന്ന് വായിക്കേ. അപ്പോൾ സ്വർഗം തുറന്നതും പരിശുദ്ധാത്മ തുടർന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രഖ്യാപിച്ചു, തുറക്കപ്പെട്ട സ്വർഗം പ്രഖ്യാപിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം ദൈവപ്രസാദം ലഭിച്ച വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശുക്രിസ്തു. എന്താ അതിൻ്റെ പ്രായോഗികമായ അർത്ഥം? ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. യോഹന്നാൻ സ്നാപകൻ മാനസാന്തര പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നു. ഇല്ല, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ തെറ്റിയെഴുവാൻ നിങ്ങൾക്ക് ബുദ്ധിപദേശം ചെയ്താൽ നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം നിങ്ങൾക്ക് പിതാവ് ആയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഉള്ളം കൊണ്ട് പറയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതി ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിൻ്റെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുള്ളൂ. ഈ പ്രസംഗം കൊണ്ട് നടന്നപ്പോഴാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നിട്ട് സ്നാനപ്പെടാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ യോഹന്നാൻ സ്നാപകനൊന്ന് ശങ്കിച്ചു. ഇപ്പോൾ സകല നീതി നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ സ്വർഗം തുറന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നിട്ട് തുറക്കപ്പെട്ട സ്വർഗം പ്രഖ്യാപിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന പ്രായോഗിക അർത്ഥം? നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ദൈവത്തിന് പ്രസാദമായി തീരും. എന്നാൽ ദൈവം സ്വർഗം പ്രസാദിച്ച വ്യക്തിവിശേഷമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യകരമായ കാര്യമാണെന്നാണ് ഇവിടെ അത് പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം നോക്കുക. യോഹന്നാൻ 6:28. ആ വേദഭാഗം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അവർ അവനോട്, അല്ലേ? എന്തുകൊണ്ട്? ദൈവത്തിന് പ്രസാദമുള്ള വ്യക്തിപ്രഭാവമാണ് ദൈവപുത്രനെങ്കിലും മനുഷ്യപുത്രനായ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രഖ്യാപിക്കപ്പെട്ട ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത് പിതാവിന് പ്രസാദമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിച്ചവരാണില്ലേ? എന്തൊരു സന്തോഷമാണ്. ഓരോരുത്തരും തന്നോട് തന്നെ പറയണം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരാളാണ്. കാരണം പഴയ നിയമത്തിലെ ന്യായപ്രമാണം എല്ലാം പഠിച്ച് സിനഗോഗുള്ള ആരാധനയുള്ള ഈ ലോകത്തിലെ സകല മതങ്ങളുടെയും റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന യഹൂദ മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ ആവർത്തിച്ച് അനുഷ്ഠിച്ച ഈ യഹൂദ പുരുഷന്മാർ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ഒരുപാട് കാര്യം ചെയ്തു, പക്ഷേ ഒരു ചൈതന്യമില്ല. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം കർത്താവ് എന്താ പറഞ്ഞത്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ വിശ്വസിക്കും. നമ്മളെപ്പോഴും ഓർക്കണം, എപ്പോഴേലും ആവർത്തന വിരസയോ മൂഡോഫോ ഒക്കെ വന്നാൽ ഈ വേദഭാഗം ഓർക്കണം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു ദൈവ പൈതലാണില്ല. നമുക്ക് തന്നെ ഒരു നല്ല ശുഭാപ്തി വിശ്വാസം ലഭിക്കും. നമുക്ക് പിന്നെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള ചൈതന്യം ലഭിക്കും. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഉണ്ടല്ലോ, നമ്മുടെ ഗുണവും പഠിപ്പിക്കും. കർത്താവ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഗുണമായിരിക്കും പറയുന്നത്, പിന്നെ കുറവ് പറയത്തുള്ളൂ. ഞാനിപ്പോൾ ആ ഭാഗമൊന്നും എടുക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. 7 ഗുണം പറഞ്ഞിട്ടാണ് ഈ വെളിപ്പാട് ദിവസം ഒരു സഭയുടെ ഒരു കുറവ് പറയുന്നത്. കണ്ട് 7 ഗുണം പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് എന്തെല്ലാം ഗുണമുണ്ടെന്നുള്ളതുണ്ടല്ലോ, ദൈവം നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കും. നമ്മളോടുള്ള വാത്സല്യ ഇവിടെ നമ്മുടെ ഒരു വലിയ ഗുണമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരുടെയും സഹോദരന്മാരുടെ ഒരു വലിയ ഗുണമാണ്. എന്താ? ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. എങ്ങനെയാ? തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട്
തിരുവചനപ്രകാരം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഞാൻ തിരുവചനപ്രകാരം വിശ്വസിച്ചത്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു ദൈവ പൈതലാണ് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞ് സന്തോഷിക്കാനായിട്ട് കഴിയും. എന്താ കാരണം? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ പ്രഖ്യാപിക്കപ്പെട്ട കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിച്ചു എന്നുള്ള കാര്യം മാത്രമല്ല, എങ്ങനെ വിശ്വസിച്ചു എന്നുള്ള കാര്യം മാത്രമല്ല, ആരെ വിശ്വസിച്ചു. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. ആരില്ല ഞാൻ വിശ്വസിച്ചത്? സ്വർഗം പ്രസാദിച്ച ഏതൊരു മഹാപാപിയും കർത്താവിന് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടാനായിട്ട് പൂർണ്ണതയുള്ള ആ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലാണ് വിശ്വസിച്ചത്. എപ്പോഴും നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസം അതുകൊണ്ട് ലഭിക്കും. അത് ആവശ്യമാണ്, ശുഭാപ്തി വിശ്വാസം ആവശ്യമാണ്. ഇനി അടുത്തായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. എന്തിനാ അതൊക്കെ എഴുതിയിരിക്കുന്നത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യവും ശുശ്രൂഷയും കർത്താവിനുണ്ടായിരുന്നു. അതുപോലെ പഠിക്കുമ്പോഴാണ്, അത് പഠിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. നമ്മൾ ഞാൻ ആദ്യമൊക്കെ ഇത് വായിച്ചപ്പോൾ ഇതെന്തിനാ പഠിക്കുന്നത്? പഠിക്കുമ്പോൾ ആ ദൈവഭക്തിയുടെ മർമ്മം കൊണ്ട് ഹൃദയം നിറയും. സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യവും ശുശ്രൂഷയും കർത്താവിനുണ്ടായിരുന്നു. ഒന്ന്, കർത്താവിൻ്റെ ജനനത്തുള്ള ബന്ധത്തിൽ ജനിക്കുന്നതിന് മുമ്പേ സ്വർഗദൂതൻ പറഞ്ഞു യേശുക്രിസ്തു എങ്ങനെ ജനിക്കുമെന്ന്. മത്തായി 1:21 വായിച്ചാൽ അറിയാം. മത്തായി 1:21 അവിടെ സ്വർഗദൂതൻ ജോസഫിനോട് പറയുന്നത്, ദാവീദിൻ്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു ഒന്ന് പേരിടണം. സമയക്കുറവുകൊണ്ട് എടുത്ത് അത് വായിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവിടെ സ്വർഗദൂതൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു എങ്ങനെ ജനിക്കും? ദൂതൻ്റെ ശുശ്രൂഷ അവിടെ ഉണ്ടായിരുന്നു. ഇനി ജനിച്ചപ്പോഴെന്താ ദൂതന്മാരുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നില്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന, അന്ന് ആ പ്രദേശ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവർ അരികെ ചെന്നു. കർത്താവിൻ്റെ തേജസ് കൊണ്ട് അവർ ചുറ്റുമിന്നി. അപ്പോൾ അവർ ഭയവശരായി തീർന്നു. അപ്പോൾ ദൂതൻ പറയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഉണ്ടോ? ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ അവിടെ ദൂതൻ്റെ സാന്നിധ്യവും ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇനി മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചു. കർത്താവ് പരീക്ഷയൊക്കെ വിജയിച്ചതിന് ശേഷം അവൻ മുന്നോട്ട് പോകുമ്പോൾ ദൂതന്മാർ വന്ന് അവനെ, അവിടെ ദൂതന്മാരുടെ സാന്നിധ്യം ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇനി കർത്താവ് നമ്മുടെ എല്ലാം പാപങ്ങൾ ഏറ്റെടുത്തിട്ടെ ഗത്സമന തോട്ടത്തിൽ കവിണ് വീണ് ഒരു മനുഷ്യനെന്ന നിലയിലാണ് കർത്താവ് ആ വേദനയെല്ലാം അനുഭവിച്ചത്. അത് പ്രത്യേകം നമ്മൾ ചിന്തിക്കണം. ദൈവം എന്ന നിലയിലല്ല, എന്തൊക്കെ മനുഷ്യനെ പാപം ചെയ്തത്. ദൈവത്തിന് നീ തൃപ്തിപ്പെടണമെങ്കിൽ ഒരു മനുഷ്യൻ തന്നെ കഷ്ടം സഹിക്കണം. എൻ്റെ ഉള്ള മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു, എൻ്റെ കുടലിൻ്റെ നടുവേ ഉരിയിരിക്കുന്നു, എന്നെതാ വണ്ണാക്കോടെ പറ്റുന്നു, എൻ്റെ ശക്തി കൂട്ടുകഷ്ണം പോലെ ഉണങ്ങിപ്പോകുന്നു, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണ, അതൊക്കെ അങ്ങോട്ട് ധ്യാനിക്കണം. കവിണ് വീണ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതൻ വന്ന് കർത്താവിനെ, അവിടെ ദൂതൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ? ഇനി കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലോ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മത്തായി സുവിശേഷം 28:5 നോക്കുക. മത്തായി 28:5 ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു, അവനിവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെ എന്തോ ഉണ്ടായിരുന്നോ? കർത്താവിൻ്റെ, അതാ ഇവിടെ പറയാം, അതെല്ലാം നമ്മൾ ധ്യാനിക്കണമെന്ന്. ഇതൊക്കെയാണ് ധ്യാനിക്കേണ്ടത്. പിന്നെ ഇനി കർത്താവിൻ്റെ ആരോഹണത്തിൽ, സ്വർഗാരോഹണ ബന്ധത്തിൽ ദൂതൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:9 അത് പറഞ്ഞിട്ട് അവൻ ആരോഹണം ചെയ്തു. അപ്പോൾ അവർ ആ കർത്താവിനെ നോക്കിക്കൊണ്ടേയിരുന്നു. എത്ര നേരം നോക്കിയെന്ന് ഞാനത് ധ്യാനിക്കാറുണ്ട് കേട്ടോ. ഈ അപ്പോസ്തലന്മാർ കാണുക കർത്താവ് ആരോഹണം ചെയ്ത രംഗം നിങ്ങളും ധ്യാനിക്കുമോ? എനിക്കന്നേരം അവർ കണ്ടതുപോലെ എൻ്റെ ഹൃദയത്തിൽ വരും. അത് വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർ കണ്ട, യോഹന്നാൻ അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന, ഞങ്ങൾ തൊട്ടുകൊണ്ടിരുന്ന, ഇല്ലേ, ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന, അവരുടെ കൂടെ ഇരുന്ന് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി തീർത്ത, പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്ത, ഇല്ല മരിച്ച ലാസറിനെ ഉയർപ്പിച്ച, അവരുടെ കരഞ്ഞ, ഇല്ലേ അവരെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത ഈ കർത്താവ്, അത്രയും നേരം കൂടെ ഇരുന്ന കർത്താവ് അങ്ങനെ ആരോഹണം ചെയ്യുമ്പോൾ എന്തോ ഒരു അനുഭൂതിയല്ലേ. നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു മേഘം വന്ന് അവനെ മൂടി. പിന്നെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷൻ, സ്വർഗീയ ദൂതന്മാർ വന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരും. അപ്പോൾ ദൂതന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ വാസത്തിൽ, നമ്മുടെ വീണ്ടെടുപ്പുള്ള ബന്ധത്തിൽ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യവും ശുശ്രൂഷ ഉണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. വിശ്വാസം വർദ്ധിച്ചു വരും.
അത് പഠിക്കുമ്പം വരും. അതാ മഹാജ്ഞാനിയായ കർത്താവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ചോദ്യം ചെയ്യാതെ പഠിച്ചു നോക്കുക, വിശ്വാസം വർദ്ധിച്ചു വരും. അപ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ പ്രഖ്യാപിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷം. അടുത്തതായിട്ട് ദൈവഭക്തിയുടെ മർമ്മം മൂന്നാമത്തെ എന്താ? ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ഈ 3 കാര്യം ധ്യാനിക്കുമ്പോൾ ഒരു ദൈവവേദന്റെ ഹൃദയം നിറഞ്ഞിട്ട് കവിയും. ഞാൻ വീണ്ടും ജനിച്ച നിമിഷം ഉണ്ടല്ലോ, ദിവസം എൻ്റെ സാലി ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ഭാര്യ ഇരിപ്പുണ്ട്. ഞാൻ വന്നിട്ട് പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് സാക്ഷിക്കണം. അതിന് മുമ്പാണെങ്കിലോ ഈ പരിശോധന പ്രസംഗിക്കുന്നതിനെ കാണുമ്പം ഞാൻ സൗദിയിൽ ജോലി ചെയ്തുമ്പം ലീവിന് വന്ന സമയത്ത് മർത്തോമയിലാണ് പോകുന്നത്. അപ്പോൾ ഉപദേശമായിരിങ്ങനെ ഞങ്ങളുടെ ജംഗ്ഷൻ ഓലയട്ടിമ്പലം ജംഗ്ഷനിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. ഞാൻ ഈ സാലിയെ വിളിച്ചുകൊണ്ട് ദൂരെ കൂടെ പോയി. എനിക്കങ്ങ് നാണം തോന്നി. ഇവിടെ ഇവർക്ക് പള്ളിയിൽ ചെയ്താൽ പോരാ, എന്തിനീ വെളിയിൽ നിന്ന് പറയുന്നത്? പക്ഷേ പരിശുദ്ധാത്മാ ഉള്ളത്തിലൊന്ന് വീണ്ടും ജനിച്ചപ്പോഴേ ഞാൻ ഓടി വന്നു. അപ്പോൾ ഇങ്ങനെ പ്രസംഗം കേൾക്കാൻ ഇങ്ങനെ നടക്കുക. എനിക്ക് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ജനിച്ചത്. ചുമ്മാതേറ്റ് ഒത്തിരി പ്രാവശ്യം രക്ഷിക്കപ്പെട്ട ഒരാളാണ് ഞാൻ കേട്ടോ. എത്ര പ്രാവശ്യം കൈവക്കിയിട്ടുണ്ടെന്നറിയാമോ? സാധാരണഗതിയിൽ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. കാരണം എനിക്ക് സ്വർഗത്തിൽ പോകാൻ കൊതിയാണ്. അപ്പോൾ എങ്ങനെ രക്ഷിക്കപ്പെടണമെന്നും അറിയാം, പക്ഷെ എങ്ങനെ രക്ഷിക്കപ്പെടുന്ന അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്കറിയാം, പാപിയാണെന്ന് പറയണം, എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേരുന്ന വിഷയം, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുവാൻ. ഞാനിത് എത്ര പ്രാവശ്യം ചെയ്തെന്നറിയാമോ? സൗദി ജോലി ചെയ്തപ്പോൾ ഒരു അപകടം വന്നപ്പോൾ കിടന്ന് നിലവിളിച്ച് കരഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. ഉള്ള പള്ളിയിലെല്ലാം പോയതാ, മാഗ്യം പള്ളിയിലും പരിമലപ്പള്ളിയിലും ഒക്കെ പോയതാ. രക്ഷ ലഭിക്കാൻ കിട്ടുന്നില്ല, പരിശുദ്ധാത്മ വന്നില്ല. എന്നെ രക്ഷയിലേക്ക് നയിച്ച വേദഭാഗം യോഹന്നാൻ 7:38-39 വാക്യങ്ങളാണ്. അവിടെ അല്ല ചെയ്തിരിക്കുന്ന യേശു അരുളി ചെയ്തു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകും. ഇല്ലേ? ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. ഞാനെന്തോ പല പ്രാവശ്യം രക്ഷിക്കപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഏറ്റു പറയുമ്പോഴൊന്നും ജീവജലത്തിന് നദി വിട്ടൊരു കൊച്ചരി പോലും പൊങ്ങുന്നില്ല. ഇതെനിക്ക് ഭയങ്കര സങ്കടമായി. നിസ്സാര കാര്യമല്ല. എത്ര നാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചെന്നറിയാമോ? പിന്നെ ഞാൻ 1986 മുതൽ 87 ഒരു വർഷം ഉള്ള സുവിശേഷ പ്രസംഗത്തിനെല്ലാം പോകും. കർത്താവ് പറഞ്ഞ് പോയി പ്രസംഗം കേൾക്കാനാണ് പറയുന്നത്. കർത്താവ് പറയാം എന്ത് കർത്താവിൻ്റെ വചനം ശരിയാ, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നടക്കുന്നില്ല. എന്നാൽ 87 ഫെബ്രുവരി 4 രാത്രി ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മ അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങി. നദി ഒഴുകാന്നാ വ്യാപരിക്കുകയാണെന്നാ. ഓ, അതാ ഇന്ന് രാവിലെ മുട്ടുകുത്തി സ്തോത്രം ചെയ്തത്. അന്ന് വരെ ഞാൻ പറയുന്ന പോലെയല്ല അന്ന് ഞാൻ പറഞ്ഞത്. ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ ആകും, ആത്മവിവേശിതയാകുക എന്ന് പറഞ്ഞാൽ ആകും. എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വന്ന് തകർന്നു നുറുങ്ങി ഹൃദയത്തോടെ എനിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെന്ന് വിശ്വസിച്ചപ്പോഴുണ്ടല്ലോ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധശക്തി എന്നിൽ വ്യാപിച്ച് ഞാൻ വീണ്ടും ജനിച്ചു. പെട്ടെന്നൊരു സൈക്കിളായിരുന്നു. സൈക്കിളെ കയറി എങ്ങനെയാണോ ചവിട്ടി, എന്തോ സ്പീഡിലാണോ എന്തോ വായുവിലാണ് ഞാൻ നടക്കുന്നേ. അതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭൂതി ആത്മാവിലങ്ങ് ആകുകയാണെന്ന് ആയിട്ട് വീട്ടിൽ വന്നിട്ട് സാലിയോട് പറഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും ഇതൊന്ന് സാക്ഷിക്കണം, എനിക്ക് എവിടെയെങ്കിലും ഇതൊന്ന് സാക്ഷിക്കണം, എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ കവിയാണ്. എൻ്റെ സാലിക്ക് എന്നെക്കാളും ഒന്ന് ആത്മീയം അറിയാവുന്ന കേട്ടോ. അതുകൊണ്ടാണ് പുള്ളിക്കാരടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു. ഞാൻ സങ്കീർത്തനം 95 അധ്യായം എന്നൊക്കെ പറയുന്ന ആളായിരുന്നു. അത് അത്രയ്ക്ക് അറിവേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ സാലിയോടെല്ലാം വന്നപ്പോൾ സാലി നമ്മുടെ പള്ളിയിൽ തന്നെ പ്രോഗ്രാമുണ്ട്, അതിന് പോയാൽ നമുക്കവിടെ സാക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ട് എനിക്കിരിക്കാൻ വേദോസം പഠിക്കുക. വേദോസം പഠിച്ചപ്പോൾ അടുത്ത വാക്യം ഞാൻ കർത്താവിനൊരു കാര്യം പറഞ്ഞു, എന്തോ പറയുന്നു അനുസരിക്കാവേ, ഇതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യാപരിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം ഞാൻ പറയുന്നില്ല. വേദോസം വായിച്ച പറയും വിശ്വസിക്കുകയും സാധനമൊക്കെയും രക്ഷിക്കപ്പെടണമെന്നേ. ഞാൻ സാധനപ്പെടാൻ നിന്ന ആളല്ല, എന്നോട് വേറെ ആരും പറഞ്ഞതല്ല. ഇതെന്തൊരു പരിപാടിയാണ്, നീ പള്ളി വിട്ടു പോകണോ ദൈവമേ? അപ്പോൾ കർത്താവിന് കണ്ടീഷൻ കൊടുത്ത് ഞാൻ സമ്മതിച്ചതാ. എന്തോ പറഞ്ഞാൽ ഈ വാക്യത്തിൽ അങ്ങ് നിർത്തുക, എന്നെ പിന്നെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ സാധനപ്പെടാൻ ആഗ്രഹിച്ചു. അതുവരെയും കൂടെ നിന്ന സാലിക്ക് അല്പം പ്രയാസം ഉണ്ടായി. പള്ളി വിട്ടു പോകാനൊന്നും സാലിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ഒരു വഴക്കും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സ്ഥാനപ്പെട്ടു. ദൈവത്തിൻ്റെ പദ്ധതിയെ എൻ്റെ കൂടെ വന്നു. പിന്നെ കർത്താവ് വേലയ്ക്ക് വിളിച്ചത് അങ്ങനെയായിരുന്നു. പരിശുദ്ധാത്മ വ്യാപാരത്തിൽ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ യഥാർത്ഥത്തിൽ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരെ അറിയിക്കും. വീണ്ടും ജനിച്ചവരെല്ലാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാ ഉള്ളത്തിൽ വന്നോ, നമ്മുടെ ജീവനേക്കാൾ ഉപരിയായിട്ട് സുവിശേഷത്തെ സ്നേഹിക്കും. നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-24 എല്ലാവരും ഒന്ന് സ്നേഹത്തോടെ പരിശോധിക്കണേ. നല്ല കാര്യമാണെന്നേ. ചുമ്മാതെ നമ്മൾ അപ്പം മുറിച്ചു ബ്രദറില്ല എന്ന് പറഞ്ഞിട്ട് മരിക്കുന്ന ഓരോരുത്തരാ പോകുന്നത് കേട്ടോ. വീണ്ടും ഞാൻ നടന്നില്ല, നരകത്തിലേക്ക് പോകും. ഉള്ള കാര്യം ഞാൻ പറയാം, എത്ര ബന്ന് നിന്നാലും എത്ര വീഞ്ഞു കുടിച്ചാലും ഉള്ള വീഞ്ഞു കുടിച്ച് തീർക്കാവുന്നല്ലാതെ
ഉള്ള ബന്നെല്ലാം തിന്ന് തീർക്കാവുന്നല്ലാതെ അതുകൊണ്ടൊന്നും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഈ മേശയ്ക്ക് പ്രത്യേകിച്ച് അത്ഭുത പരിപാടിയൊന്നുമില്ല. ഉള്ളത് പരിശുദ്ധ ഉള്ളത്തിലൊന്ന് വീണ്ടും ജനിച്ചാലുള്ള ആളിൻ്റെ ഗുണം നിങ്ങൾ അറിയണം. അപ്പോസ്തലർ 20:24 നോക്കിക്കേ. എണ്ണുന്നില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാ ഉള്ളത്തിൽ വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ ജീവനേക്കാൾ ഉപരിയായിട്ട് സുവിശേഷത്തെ സ്നേഹിക്കുമെന്ന്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കത്തില്ല, നിറഞ്ഞ കവിയും. അതിനെക്കുറിച്ച് കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറയാം. ഈ യോനായെ തിമിംഗലം വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് സ്വസ്ഥതയില്ലെന്നേ. ഇതങ്ങ് ഓടി നടക്കുക. ഇതുപോലെ ക്രിസ്തു ഉള്ളത്തിൽ വന്നാലുണ്ട് ഇത് അറിയിക്കാനുള്ളൊരു വെമ്പലുണ്ടാവും. എന്തെല്ലാം പ്രതികൂലം വന്നാൽ ഇത് അറിയിച്ചുകൊണ്ടിരിക്കും. അതൊരു വലിയ പ്രത്യേകത. ഇതിന് സംഘടനാശക്തി ഒന്നും വേണ്ട, ഗവൺമെൻറ് സപ്പോർട്ട് വേണ്ട, ഇതിങ്ങനെ വിളിച്ചറിയിക്കുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. ചില കൊച്ചുങ്ങളൊക്കെ, ഇവിടെയൊക്കെ ഉള്ളവരൊന്നും എനിക്കറിയത്തില്ല, ഞങ്ങളുടെ സഭയിലൊക്കെ ചില കൊച്ചുങ്ങൾ സമയമാകുമ്പോൾ എഴുന്നേറ്റുന്ന ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെടാമെന്ന് പറയും. സ്നാനപ്പെടും പിന്നെ ഒറ്റ കാര്യം ചെയ്യാറില്ല. അവൻ പണ്ടെങ്ങനായിരുന്നു അതുപോലെ ഓരലിന് കാറ്റടിക്കുന്ന പോലെ അവിടെ ഇരിക്കും. ഒരു സങ്കീർത്തനം പോലും വായിക്കത്തില്ല കേട്ടോ, ഒന്ന് സ്തോത്രം ചെയ്യത്തില്ല. എൻ്റെ ദൈവമേ, അവരെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. അങ്ങനെയല്ല, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു ദൈവഭക്തിയുടെ മർമ്മം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ പ്രഖ്യാപിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിൽ പ്രസംഗിക്കപ്പെടും. ഇനി സഹോദരിമാരാണെങ്കിലോ പരിശോധന ഒന്നും വേണ്ട, പക്ഷേ സുവിശേഷത്തിൽ ഒരു പങ്കാളിയായിത്തീരും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പരിശോധിക്കണം. 1 കൊരിന്ത്യർ 9:23 വായിക്കേ. 1 കൊരിന്ത്യർ 9:23. സുവിശേഷത്തിന് പങ്കാളിയായി തീരുവാൻ ഞാൻ സകലതും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ശരിയല്ലേ? 1 കൊരിന്ത്യർ 9:20. സുവിശേഷ പങ്കാളിയായി തീരുക. എങ്ങനെയാ പങ്കാളിയായി തീരുന്നത്? അതിൻ്റെ ഒരു വിശദീകരണം കൊലോസ്യർ 2:5. കൊലോസ്യർ 2:5. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെ, ഇല്ലേ? ശരിയല്ലയോ? ആ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരന്മാരൊക്കെ ഈ സഭയിലൊക്കെ ഉപദേശിമാർ ഭവനസന്ധി പോകുമ്പോൾ സഹോദരന്മാർ വീട്ടിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആത്മാവ് കൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അവരാ വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ സഹോദരിമാരുടെ ഹൃദയം അവിടെ ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ സൗകര്യമാർ പറയണം. ഞായറാഴ്ച വരുമ്പം കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? ചോദിക്കാറുണ്ടോ നിങ്ങൾ ഉപദേശിമാരോട്? ചോദിക്കണം. എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഉപദേശിമാർ സുവിശേഷം അറിയിക്കാൻ പോയി ചില വീടുകൾ തുറന്നു കൊടുക്കണേ. ആ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ തുറക്കണേ കർത്താവേ. അവർ വായി തുറക്കുമ്പം വചനം കൊടുക്കണേ. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ കയ്യിൽ നിന്ന് അവരെ വിടിപ്പിക്കുക ഇടയാകണേ. പ്രാർത്ഥിക്കാറുണ്ടോ? അത് വീണ്ടും ജനിച്ചതിൻ്റെ ലക്ഷണമാണ്. ഇതാ എങ്ങനെയാണ്? നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആത്മഭാരമുണ്ടോ? ഉണ്ടാകണം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രശംസിക്കാനൊന്നുമില്ല സുവിശേഷം അറിയിക്കുന്നതിൽ, കാരണം ജന്മഗുണമാണ്. ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ച ഞാൻ സുവിശേഷം അറിയിക്കുന്നത് എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. 1 കൊരിന്ത്യർ 9:15-16 വാക്യം നോക്കിയേ. 1 കൊരിന്ത്യർ 9:15-16 വാക്യം. നല്ലതാ. എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കണ്ടോ, ദൈവഭക്തിയുടെ മർമ്മ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പിന്നെ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ, അപ്പൊ ഇതിന് പങ്കുവഹിച്ചില്ലെങ്കിൽ സഹോദരിമാരെന്ന് പറഞ്ഞ എനിക്ക് അയ്യോ കഷ്ടം. പിന്നെന്ത് ചെയ്യും? ഇതിനു വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരന്മാർ വഹിച്ചു വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ആത്മാവുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ. അതുകൊണ്ടുള്ള ഗുണം എന്താ? യുദ്ധത്തിന് പോകുന്നവർക്കും സാമാനം കാക്കുന്നവർക്കും ഒന്നുപോലെ പ്രതിഫലം തരുന്ന പ്രതിഫലം തള്ളി കിടക്കട്ടെ, വെറുതെ കളയല്ലേ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ പ്രഖ്യാപിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയിടയിൽ പ്രസംഗിക്കപ്പെട്ടു. പിന്നെന്താ എഴുതിയ? ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. എന്തോ ഒരു അതിശയം. വിളിക്കുന്ന ഉപദേശിമാർക്ക് എന്നെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്.
ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ സുവിശേഷം നടത്തിയപ്പോൾ ഞാൻ വിശ്വസിച്ചു. കണ്ടു, പ്രസംഗിച്ചാൽ അത് വിശ്വസിക്കും. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ വിശ്വസിച്ച് ആനപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, ഞങ്ങൾ പണ്ട് ഈ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സൗദി ജോലി ചെയ്യുമായിരുന്നു. അതേപോലെ സൗദി ജോലി ഇരുന്നപ്പോൾ എൻ്റെ അനിയൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ അച്ചായം പോയി സാധനപ്പെട്ട് കേട്ടോ, 10-40 വർഷത്തിന് പള്ളിയിൽ നിന്നൊക്കെ സാധനപ്പെടുക എന്ന് പറഞ്ഞാൽ അവമാനമാണ്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടു സഹോദരന്. അദ്ദേഹം ഒരു 7 വർഷം TPM പോയ ആൾ ആത്മാവിനെ പ്രാപിക്കാൻ. അപ്പോൾ അയാളവിടെ പോയിരുന്നത് അയാൾ കറക്റ്റായിട്ട് പഠിക്കുന്ന ആളായിരുന്നു, മർത്തോമേലെ സെക്രട്ടറി ആയിരുന്നു. അയാൾ നോക്കിയപ്പോൾ ഇങ്ങനല്ലല്ലോ പ്രാപിക്കണ്ടേ. പിന്നെ അവർ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടു, നിങ്ങൾ ഇനി ഇവിടെ വരണ്ട. കാരണം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുവാ. അത് കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു പുള്ളിക്ക്. ഞാൻ സത്യസന്ധമായിട്ട് ഇടപെടുന്നവരായിരുന്നു. ഇവിടെ ഇയാൾ സ്നാനപ്പെട്ടോ? ഞാൻ പറഞ്ഞാൽ സ്നാനപ്പെട്ടു. എന്താ കാര്യം? ഞാൻ പറഞ്ഞു, എൻ്റെ യോസഫേ, ഞാൻ വിശ്വസിച്ച പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വന്നു. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. അന്ന് സ്നാനപ്പെട്ട സമയത്ത് വല്ലതും പറയാനറിയാം. ഇദ്ദേഹം അങ്ങ് പോയി. ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമാനായ മനുഷ്യന്. 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾ സഭ പോയി പോകാനായിട്ട് ഞാനും സാലിയും നിന്നപ്പം ഒരു ബൈബിളൊക്കെ പൊതിഞ്ഞ് പിടിച്ച് മർത്തമേക്കാരനാണ് എൻ്റെ അടുത്ത് വന്നു. എന്താ ജോസഫേ? ഞാൻ നിങ്ങളുടെ കൂടെ വരുവാ. അതെന്താ? അന്ന് ഇയാൾ ഇങ്ങനെയൊക്കെ പറയാം, എന്നോട് ഇയാളെന്നൊക്കെ എന്ന് ഇയാൾ പറഞ്ഞപ്പോഴേ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. ഇയാൾ പറഞ്ഞ അതേ രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. കണ്ടോ? പറഞ്ഞാൽ വിശ്വസിക്കുമോ? ജാതികളിൽ പ്രസംഗിക്കപ്പെട്ട് ലോകത്തിൽ. ഇനി ഞാനും ജോസഫോട് ജംഗ്ഷനിൽ പരിശോധന പ്രസംഗിക്കും. ചെറയിൽ എന്നോട് ഒരാളിങ്ങനെ, ഞാൻ പറഞ്ഞു, ജോസഫ്, ഈ നാളുകളൊന്നും ആൾക്കാരങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വരുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ട് ഒരു ആക്റ്റീവ വന്ന് നിർത്തി. അച്ഛാ, എന്നെ അറിയാമോ? ഞാൻ ചെറയിലെ തമ്പിയാണ്. അച്ഛൻ 2014 എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചോട് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇപ്പം ഞാൻ പെന്തക്കോസിലൊരു പാസ്റ്ററാണ്. ഇവിടുന്ന് അങ്ങ് പോകേണ്ടി വന്നു. പിന്നെ അവിടെ പോയി സ്കൂളിൽ പോയി. ഞാനും ജോസഫോട് അതിശയിച്ച് പോയി. ദൈവം അന്നേരം മറുപടി തരുന്നതേ. അപ്പം അങ്ങനെ എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇവിടെ എന്നെക്കാളും കൂടുതൽ സുവിശേഷം അറിയിക്കുന്നവരാ. ഇത് പറഞ്ഞാലുണ്ടല്ലോ വിശ്വാസം നടക്കും. ദൈവഭക്തിയുടെ മർമ്മമാണെന്നിത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവിടെപ്പെട്ട കർത്താവിനെ നോക്കുക. ആത്മാവിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതിയിടയിൽ പ്രസംഗിക്കപ്പെട്ടു. അത് നമ്മളിൽ കൂടിയാണ് നടക്കുന്ന ആ മർമ്മം. ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾക്ക് രൂപാന്തരം വന്നിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ. ഇതിനിറങ്ങിയാൽ ഒരാളിനെയെങ്കിലും കർത്താവ് തരാതെ ഒരാളിനെയെങ്കിലുമൊക്കെ നിങ്ങൾ നേടണേ കേട്ടോ. അല്ലെ പ്രാർത്ഥിക്കണേ. അവിടെ ചെല്ലുമ്പം ഒന്നുമില്ലാത്തവരായിട്ട് നിൽക്കല്ലേ. എന്ന് ഒത്തിരി കാര്യം പഠിച്ചില്ലേലും ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും. ചെറിയാൻ സാർ ഈ കാണുന്നതെല്ലാം മാറും, കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതിയവും വിരിയും. തിരികെ വരാൻ നാം നിത്യതയിൽ. അന്ന് എന്തോ ഉണ്ട് കയ്യിലെ ഒന്ന് ചോദിക്കുമോ? ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് വേണ്ടി ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്തോ ഉണ്ട് കർത്താവ് എനിക്ക്. ഇതൊരു മായയാണെന്നേ. കാണുന്നത് താൽക്കാലികം, കാണാത്തതാണ് നിത്യം. ജാതികളിൽ പ്രസംഗിക്കപ്പെട്ട ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ദൈവഭക്തിയുടെ മർമ്മം തേജസ്സിലെടുക്കപ്പെട്ടു. അയ്യോ, ഈ സുവിശേഷത്തിൻ്റെ അന്ത്യത്തോട് ചെല്ലുമ്പോൾ ഈ ധ്യാനിച്ച് വരുമ്പോൾ തേജസ് ആയിരിക്കും. തേജസ് കൊണ്ട് നിറയും. എന്താ കാരണം? ഒന്ന് 16-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. 16-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ. ഇത് തേജസ്കരിക്കപ്പെടും. ബാക്കി എല്ലാവരും മരിച്ച് അടക്കപ്പെട്ട് ദ്രവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തേജസ്സിന്മേൽ തേജസ് ഇല്ലേ? തേജസ്സിൻ്റെ ശുശ്രൂഷയാണെന്ന് ഇത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവതേജസ്സുണ്ട്. അതല്ലേ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പം പരിശുദ്ധാത്മ വന്നാൽ തന്നെ തേജസ്കരണം അങ്ങ് നടക്കുക. ശരിയാണോ? ഫിലിപ്പിയർ 1:4 നോക്കിക്കേ. ഫിലിപ്പിയർ 1:4. ഫിലിപ്പിയർ 1:4. നിങ്ങൾ അതെ, 87 എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചതാണ്. ഇങ്ങനെ തികച്ചുകൊണ്ടിരിക്കുക. തേജസ്കരണ ഉള്ളതാണോ അത്? നമുക്ക് നോക്കാം. റോമാലേഖനം 8:29. ആ നല്ല പ്രവൃത്തി എന്താണെന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരാഗൻ മുൻനിയമിച്ചു. പിന്നെ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും, പിന്നെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് ഈ വചന പഠനം തേജസ്സിലേക്ക് നടത്തുമോ? എബ്രായ ലേഖനം 2:10. എബ്രായ 2:10. സകലത്തിനെല്ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ എൻ്റെ ദൈവമേ തേജസ്സിലേക്ക് നടത്തുമെന്ന്. ബൈബിൾ ക്ലാസ്, ആരാധന, പ്രാർത്ഥന,
പരസ്യങ്ങൾ നമ്മളെ തേജസ്സിലേക്ക്. കാരണം ഈ ലോകത്തിലെ എല്ലാ മഹാന്മാരുടെയും കല്ലറ അവിടെ അടഞ്ഞു കിടക്കുമ്പോൾ പരസ്യത്തിന് ദിവസം ദൈവസം പറയും, ഞങ്ങളുടെ കർത്താവ് അവിടെ കിടക്കുകയല്ല, ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. അപ്പൊ തേജസ് കൊണ്ട് നിറയാ. അത് ധ്യാനിച്ച് പാടി, വെല്ലം ഓർത്ത് പാടിയാൽ പറ്റത്തില്ല. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഈ ലോകത്തിൽ തന്നെ വേഗം വരും രാജരാജനായിട്ടെന്നുള്ളത് ആത്മനിറവിൽ പാടിയാൽ അവൻ്റെ ഹൃദയം തേജസ് കൊണ്ട് നിറയും. ഞാൻ വല്ലാത്ത അസുഖമുള്ളൊരു മനുഷ്യനാണ്, പക്ഷേ ഇതങ്ങോട്ട് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം തേജസ് കൊണ്ട് നിറയും. ഉള്ളത് പറയുക മാത്രമാണോ? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 18-ാമത്തെ. എല്ലാ വാക്യൊന്നും എടുത്ത് ഞാൻ വായിക്കുന്നില്ലെന്നേ ഉള്ളൂ, സമയക്കുറവാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് ആനമായി പ്രതിമയായി. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും, കണ്ടോ, നാം എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും ആത്മാവെന്ന കർത്താവിൻ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരം. അതെങ്ങനെയാ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നത്? ഈ ആത്മീയ ശുശ്രൂഷയുണ്ടല്ലോ, പുതിയ നിയമ ശുശ്രൂഷ തേജസ്സേറിയ ശുശ്രൂഷയാണ്. ശുശ്രൂഷ ചെയ്യുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കണം, ഇത് തേജസ്സേറിയ ശുശ്രൂഷയാണ്. ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, അക്ഷരത്തിൻ്റെ അല്ല. നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ, അതൊന്ന് വായിക്കണം വിശദമായിട്ട്. മോനെ അത് 1 കൊരിന്ത്യരായിരിക്കുമല്ലോ അല്ലേ? 3-ന്റെ 6 മുതൽ അതൊന്ന് വെച്ചേ. 3-ന്റെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷപ്പെട്ടിരിക്കുന്ന എല്ലാവരും നമ്മളിപ്പോൾ ചിന്തിച്ചല്ലേ, സുവിശേഷം പ്രസംഗിക്കുന്നവർ, അതിൽ പങ്കുവഹിക്കുന്നവരെല്ലാം സന്തോഷിക്കണം. നിങ്ങളൊക്കെ സുവിശേഷത്തിൻ്റെ പങ്കുവഹിക്കുന്നവരാണോ? പൗലോസ് ചേർന്ന് പറയും, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൽ, എന്തോ അഭിമാനമാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ സഹോദരിമാരെയും സഹോദരന്മാരെ, അവൻ ഞങ്ങളെ പറയണം, എല്ലാ ഹൃദയത്തിലേക്കാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷക്കാരാക്കുവാൻ പ്രാപ്തരാക്കി. ഇനി അടുത്തത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. തേജസ്സുള്ളതായിരുന്നെങ്കിൽ അധികം തേജസ്. മോശയുടെ മുഖം ഉണ്ടല്ലോ തേജസ് കൊണ്ട് നിറഞ്ഞതാ. കൊല്ലുന്ന മരണത്തിൻ്റെ ശുശ്രൂഷയായിട്ട് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയുടെ ഉദ്ഘാടന നാളിൽ 3000 പേര് കൊല്ലപ്പെട്ടു. അത് അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞു. ആത്മാവിനെ ശുശ്രൂഷയ്ക്ക് 3000 പേര് ജീവൻ വെച്ചു. നമുക്ക് ആ പശ്ചാത്തലം ഒന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 23-28 വരെ വരാം. പക്ഷേ 28 മാത്രം വായിക്കുക. അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ 23-28 വരെയുള്ള വാക്യം നോക്കണം. അതിന് 28 നോക്കിക്കേ. ചെയ്തു. 3000 പേര് ചത്തു വീണു. എന്തുവാ? അക്ഷരത്തിന് ശുശ്രൂഷയായിട്ട് വരിക, പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരിക, പഴയ നിയമ ശുശ്രൂഷയുടെ ഉദ്ഘാടനം നടക്കുക. അപ്പോൾ അക്ഷരം എന്ത് ചെയ്യുന്നു? പൗലോസ് പറയാ, അക്ഷരം കൊല്ലുന്നു. കണ്ട. ഇനി നോക്ക, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പോസ്തലർ 2:40. ഇത് കേട്ടപ്പോൾ അവൻ്റെ വാചനം കൈക്കൊണ്ടവർ സ്നാനമിട്ട് 3000-ഓളം പേർ. ആ പഴയ നിയമ ശുശ്രൂഷയിലുണ്ടല്ലോ, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കും. മാത്രമല്ല ഈ പഴയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താ? മൂടുപട ഇടുന്ന ശുശ്രൂഷയാണ്. 2 കൊരിന്ത്യർ 3:13 ഒന്ന് നോക്കിക്കേ. 2 കൊരിന്ത്യർ 3:13.